ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അതിനായി ആദ്യം തന്നെ ബീഫ് ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കാം. വലിയ കഷ്ണങ്ങളോട് കൂടിയ 1 കിലോ ബീഫാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ബീഫിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അല്പം കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കാം. നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് വിസിലടിപ്പിക്കാം. ഇനി ബിരിയാണിയിലേക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. ഒരു വലിയ സവാള ഞാൻ ഇവിടെ വറുത്തെടുക്കുന്നുണ്ട്. കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് സ്പൈസസ് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം മീഡിയം സൈസ് 3 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് സോട്ടായതിനു ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അല്പം മുളക് പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുവോളം നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് നന്നായി ഉടയുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പിടി മല്ലിയിലയും അരപ്പിടി പുതിനയിലും കൂടി ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി അവസാനമായി നന്നായി വെന്ത ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ബീഫിലേക്ക് ചേരും വിധം നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് വളരെ ലോ ഫ്ലെയിമിൽ മാറ്റി വെച്ചിട്ട് മറ്റേ അടുപ്പിൽ നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. അടിയിൽ പറ്റാതിരിക്കാൻ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. ആദ്യം തന്നെ നെയ്യും വെളിച്ചെണ്ണയും സ്പൈസസും കുറച്ച് ഉള്ളിയും ചേർത്തൊന്ന് ഇളക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് ഏകദേശം 700 ഗ്രാം അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം സാധാരണ എല്ലാവരും എടുക്കുന്ന പോലെ 1 കപ്പ് അരിയിലേക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ജീരകശാല അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ തിളയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ചു വെക്കാം. ഇനി ഒരു 1.5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെയ്ച്ചോറ് റെഡിയാവും. ഇനി നമുക്ക് ദം ചെയ്യാം. 3 ലെയർ റൈസ് ഇട്ടിട്ടാണ് ഞാൻ ദം ചെയ്യുന്നത്. ആദ്യത്തെ 2 ലെയറിൽ മല്ലിയില പുതിനയില നേരത്തെ വറുത്ത് വെച്ച ഉള്ളി കൂടി ചേർക്കാം. അവസാനമായി ഉള്ളിയോടൊപ്പം വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അല്പം നെയ്യും കൂടി ചേർത്തിട്ട് കവർ ചെയ്യാം. ഇനി ഇത് ഏറ്റവും ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെക്കാം. അതിനുശേഷം ഒരു 1/4 മണിക്കൂർ ഇതുപോലെ വെച്ചിട്ട് ദം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ബീഫ് ബിരിയാണി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബിരിയാണി പല ഏരിയയിലും വ്യത്യസ്ത രൂപത്തിലാണ് ഉണ്ടാക്കാറ്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള വേർഷനാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്